പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. എന്നാൽ നമ്മുടെ ചീഫ് വിപ്പ് PC ജോർജ്, അദ്ദേഹത്തിനോടുണ്ട് ചെറിയ നിവേദന, ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ധീരനും മനുഷ്യസ്നേഹിയുമായ PC ജോർജ്, ഈ ലോകത്തിലെ മാധ്യമങ്ങളിൽ പെട്ടുകൊണ്ടും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഹരിതകാടന്മാരുടെ ആക്രോശങ്ങളിൽ മുഴങ്ങുന്ന വേളയിൽ അവളരായ ഞങ്ങളുടെ രക്ഷയ്ക്കായി അവതരിച്ച പുണ്യ സ്നേഹമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വിശ്വനാവാൽ ശത്രുക്കളുടെ കട്ടയും പടവും അടക്കുകയും അവരുടെ പിതാമഹന്മാരെ സ്തുതിക്കുകയും ചെയ്യണമേ. അവിഹിതം ചെയ്ത മഹാന്മാരെ വരെ വെളിച്ചിട്ട് കൊണ്ടുവരികയും കളം മാറാൻ ചെലവന് ധൈര്യം പകരുകയും ചെയ്ത അങ്ങേ മഹാകഴിവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂഞ്ഞാറ്റിലെ ലന്മന്മാരുടെ വെടി സ്വപ്നമേ, ഞങ്ങൾ വെളിച്ചമായും കാതുകളിൽ സംഗീതമായും അങ്ങ് കടന്നു വരയണമേ. വരണ്ടുണങ്ങിയ മാധ്യമ വാർത്തകളിൽ കുളിർമഴയായി പെയ്തിറങ്ങിയ ദിവ്യതേജസ്സേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്തവരായി ആരുമില്ല. പക്ഷെ ഇതൊന്നും അറിയാത്ത നമ്മുടെ പാവം മൂസാക്ക, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മൂസാക്കയുടെ ഭാര്യ ബീവിക്ക് ഇതെല്ലാം അറിയാം. ഒന്നും അറിയാത്ത ഇവരുടെ ജീവിതത്തിന്റെ പൊരുത്തക്കേടിലേക്ക്. എന്റെ പുതിയ നത്തോലി ഫ്രൈ പാചകക്കുറിപ്പില്ലേ, അത് ഫേസ്ബുക്കിൽ ഹിറ്റാ. നത്തോലി ഫ്രൈക്ക് എന്തിനാ പാചകക്കുറിപ്പ്? അതങ്ങോട്ട് ഫ്രൈ ചെയ്താ പോരെ. പക്ഷെങ്കിൽ എന്റെ പാചകക്കുറിപ്പിന് എത്ര ലൈക്ക് കിട്ടിയെന്ന് അറിയോ? എന്ത് കിട്ടീന്ന്? ലൈക്ക്. എത്ര ലൈക്ക് കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. നാളെ ഈ ഫേസ്ബുക്ക് ഒന്നും പറഞ്ഞു നടന്നിട്ട് അടുക്കളയ്ക്ക് അറിയില്ലെങ്കിൽ എനിക്ക് എന്റെ അടുത്തുണ്ടെങ്കിൽ കിട്ടും. ആ ലൈക്കല്ല, ഒന്നാം തരം. നിങ്ങൾക്ക് അസൂയ. ഞാൻ ന്യൂ ജനറേഷൻ ആയി പോയെന്റെ അസൂയ. ഞാൻ തച്ചാണ്ടല്ലോ, ഞാനത് ഫേസ്ബുക്കിൽ ഇടൂ. മൈ ഹസ് മൂസ തല്ലീന്ന്. അന്നെ കൊണ്ട് നമ്മള് തോറ്റ്. ഇതൊന്നും മിണ്ടാണ്ട് കിടന്നുറങ്ങിക്കോ. മോളൊരു ഫേസ്ബുക്ക് മാങ്ങാത്തൊലി. മൂസക്കായേ, ഇങ്ങോട്ട് നോക്കി. നാളെ ഞാൻ നല്ലൊരു ഫോട്ടോ ഇടും. നിങ്ങളൊപ്പരുള്ള ഫോട്ടോ അല്ല കേട്ടോ. നിങ്ങളെ കണ്ടാൽ ആരും ലേക്ക് തരൂല. നാട്ടുകാരെ ലേക്ക് ഇട്ടിട്ടല്ല നമ്മൾ ജീവിക്കണേ, നമ്മൾ അധ്വാനിച്ചിട്ടാ. അല്ല, ഈ ലൈക്കിന് വെച്ചാൽ എന്തുകൊണ്ടാ? എനിക്ക് 146 ലൈക്ക് കിട്ടി. ആരാ ഈ 146 ആൾക്കാര്? ആരും ഉണ്ട്. ആണുങ്ങളും എത്രോ. അപ്പൊ ഓരൊക്കെ അന്നെ ഇഷ്ടപ്പെടുക. പിടിപെട്ട് പോയത്. നിങ്ങൾ ഓൾഡ് ജനറേഷനാ. ന്യൂ ജനറേഷൻകാരൊന്നും നിങ്ങൾക്ക് അറിയില്ല. ആരെങ്കിലും ചോദിച്ചാ ഫേസ്ബുക്ക് ഇല്ലാന്നൊന്നും പറയല്ലേ. ഉണ്ടെന്ന് പറഞ്ഞാ മതി, അല്ലെങ്കിൽ നാണക്കേടാ. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, വേറൊരു ബുക്ക് ഉണ്ട്. ഏത്? പറ്റുബുക്ക്. പലചരക്ക് കടയിലെ പറ്റുബുക്ക്. എനിക്ക് കിടന്നുറങ്ങണോ? നാളെ രാവിലെ മുതൽ അധ്വാനിച്ചാലേ ആ പട്ടുസിലെ കടങ്ങൾ കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. നാളത്തെ ഫോട്ടോക്ക് 250 ലൈക്ക് എങ്കിലും കിട്ടണേ. ഒന്ന് കിടന്നുറങ്ങടി പോട്ടെ. ഓ, ഒരു ലൈക്കും കമന്റും ഇല്ലാത്ത മനുഷ്യൻ. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത്. എന്നാൽ അത്ര തന്നെ ഭാരമില്ലാത്ത ഒരു ബലൂൺ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച. Come on, that's good. That is great. Come on, dude. You've got to be. Come on. You're melting me. Oh, there. You can do it. You can do it. You can do it. You can do it. Just come here. Just. ഇനി ഒരു ചിത്രം വരാം. തൂവിയിട്ട മണലിൽ രസകരമായ ചിത്രം വരയ്ക്കുന്ന ഒരു കാഴ്ച.
要那么在乎痛，让我也能够被抹不还口，让我时常看到你定痕的手，直到我的痛永远不比你的痛。你定痕的手不为我伤口，要亲自医治我的